ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സ്കൂളിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. അതിനെ 2 ടൈപ്പിൽ നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്. ഞാനിത് ശരിക്കും സ്കൂൾ തുറക്കുന്ന മുന്നേ പോസ്റ്റ് ചെയ്യുന്ന വിചാരിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഇത് എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടെങ്കിലും അത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കാനുള്ള ഒരു മടി കാരണം ഇത്രയും ലേറ്റ് ആയി. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ടൈം ഉണ്ടല്ലോ. എന്താ ഈ സംഭവം എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിതൊരു മുന്നത്തെ വീഡിയോസിൽ ഒരു കമന്റ് ആയിട്ട് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. സംഭവം പല പേരിലാണ് അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ യൂസേജ് ഏകദേശം കുറേ പോലെ തന്നെ. സോ ഞാനിത് 2 ടൈപ്പിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്ന് കുറച്ച് പ്രിന്റ് ഔട്ട്സ് ഒക്കെ വെച്ചിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഞാനായിട്ട് സ്വന്തമായിട്ട് വരച്ചുണ്ടാക്കിയ ഒരു ഡിസൈനും കൂടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഒന്നും ചെയ്യാൻ മറക്കണ്ട. സോ ഫസ്റ്റ് തന്നെ സ്വന്തമായിട്ട് കൈകൊണ്ട് വരച്ച് കഷ്ടപ്പെട്ടത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു A4 ഷീറ്റ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 8 പേജസ് നമുക്ക് കിട്ടും. സോ അതുപോലത്തെ ഒരു 4, 5, 6 A4 ഷീറ്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം പേജസ് ഉള്ള ഒരു ടു ഡു ലിസ്റ്റോ നോട്ട് പാഡോ മെമ്മോ പാഡോ എന്ത് പേരാണെന്നുണ്ടെങ്കിലും ഇതിനെ വിളിക്കാം. സത്യം പറഞ്ഞാൽ ഇതിനിപ്പം കുറേ പേരുകളുണ്ട്, പക്ഷേ ഏകദേശം എല്ലാത്തിൻ്റെ യൂസേജും ഒരേപോലാന്ന് മാത്രം. ഒരു A4 ഷീറ്റും പിന്നെ ഇത്രയും സാധനങ്ങളുമാണ് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം. പിന്നെ ഇതിലൊരു ചേഞ്ച് ഉണ്ട്. ആ യെല്ലോ കളറിന് പകരം ഞാനൊരു ബ്രൗൺ കളർ ആക്കിയിട്ട് പിന്നെ മാറ്റിയിട്ടുണ്ട്. കാരണം മുന്നേ ആ യെല്ലോ വെച്ചിട്ട് ഞാൻ ചെയ്തപ്പോൾ ഒരു ബ്രൗൺ ടച്ച് ആ ഒരു യെല്ലോക്ക് വരുന്നുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ ചെയ്തിട്ട് വരുന്നില്ല. സോ യെല്ലോ ഞാൻ മാറ്റിയിട്ട് ബ്രൗൺ എടുക്കുന്നുണ്ട്. ഇനി A4 ഷീറ്റ് ഇതുപോലെ ഒരു 4 പാർട്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ലൈൻസ് ഒക്കെ വരച്ച് പാർട്ടീഷൻ ആക്കിയിട്ട് എടുക്കുക. ഇതിലിപ്പം ഞാൻ ഈ ഒരു ഡിസൈൻ വരയ്ക്കുന്നേ ഉള്ളൂ. ഇതന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ സ്റ്റിക്കേഴ്സ് ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റിക്കേഴ്സ് ഒക്കെ വെച്ച് കുറച്ചും കൂടെ ഒക്കെ ഭംഗിയാക്കാം. ഞാനിപ്പോൾ ഇതിൽ വാഷി ടൈപ്സും സ്റ്റിക്കേഴ്സും ഒന്ന് യൂസ് ചെയ്യാണ്ടത് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അത് കയ്യിലില്ലാത്തവർക്കും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണമല്ലോ. പക്ഷേ അത് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് DIY ആയിട്ട് ചെയ്യാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിരിക്കേണ്ട. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. സ്കെച്ചും പെൻസിലും കളേഴ്സും ഒന്നും കയ്യിലില്ലാത്തവരുണ്ടാവോ സ്കൂളൊക്കെ തുറന്ന സ്ഥിതിക്ക്? അതുകൊണ്ട് ഇനി വാഷി ടൈപ്പും സ്റ്റിക്കറും ഒന്നും ഇല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കാം. പക്ഷേ അത് കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടി ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലുക്ക് ആക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഇതൊന്ന് വരച്ച് ഫുള്ളാക്കട്ടെ. ആരും സ്കിപ്പ് അടിച്ചു പോകരുത്. ഞാൻ കഷ്ടപ്പെട്ട് വരച്ചുണ്ടാക്കിയതാണ്. സോ മുഴുവനായിട്ടിരുന്ന് കാണണം. അല്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അതിൻ്റെ മുന്നേ വേറൊരു കാര്യം, ഈ ഒരു ഡിസൈൻ തന്നെ നോക്കി ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിരിക്കും വരച്ചെടുക്കാൻ. കാരണം ഞാൻ നല്ല സുഖമായിട്ട് വരച്ചെടുക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതൊക്കെ സെറ്റായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് പറയാം. നമ്മൾ നോർമലി സ്കൂളിലൊക്കെ ഒരു റഫ് നോട്ടും കൊണ്ടാണ് പോകുന്നത്. ഇനി റഫ് നോട്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കിന്റെ ബാക്കിലായിരിക്കും സ്കൂളിൽ നമുക്ക് കിട്ടുന്ന പണികളൊക്കെ എഴുതി വെക്കാൻ പോകുന്നത്. അതായത് ഹോംവർക്കോ പ്രോജക്ട്സോ സെമിനാറോ അസൈൻമെന്റോ അങ്ങനെ എന്താണെങ്കിലും എഴുതി വെക്കാൻ പോകുന്നത്. അതും ഒരു HW ഇട്ടിട്ട്. സോ ഇപ്പൊ കുറെ മാറിയല്ലോ. അതുകൊണ്ട് നമുക്ക് ട്രെൻഡിനൊപ്പം പോകാം. ഇനി അങ്ങനെ ഒരു ബുക്കിന് പകരം ഇതേപോലൊരു മെമോ പാഡോ നോട്ട് പാഡോ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോയാൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇനി വീട്ടിലും വേണമെങ്കിലും ഒന്ന് ചെയ്ത് വെക്കാം. സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ആണെങ്കിൽ പൗച്ചിലോ ബോക്സിലോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കൊണ്ടുപോകും. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും വലിച്ചു നീട്ടിയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ കാരണം ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു Q&A അങ്ങോട്ട് ചെയ്താലോ എന്നൊരു പ്ലാനിങ് എനിക്ക്. സോ അത് ക്യാമറയിലൊക്കെ നോക്കി അങ്ങനെയൊക്കെ Q&A ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് ആൻസർ ഒക്കെ പറയാൻ ഒരു ചടപ്പ് കാരണം ഞാൻ വിചാരിച്ച് ഇങ്ങനെ ചെയ്താലോ. അപ്പോൾ ഇതാണ് നമ്മളെ Q&A പോസ്റ്റ് ഉണ്ടായിരുന്നത്. ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ കാണിക്കാം. സോ കമന്റ് ഞാൻ കാണിക്കാം, അതിന്റെ ആൻസറും ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ ഏജ് ആണ്. ഏജ് വേറെയും ക്വസ്റ്റ്യൻസിലുണ്ട്. ഇതിപ്പം ഏജ് മാത്രം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. സോ ഏജ് 24 വയസ്സാണ്. അടുത്ത വന്നിട്ടുള്ളത് നാട്ടിലെവിടാണ്, ബർത്ത് പ്ലേസ് എവിടാണ്, പ്ലേസ് എവിടാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ്. അതെനിക്ക് തോന്നുന്നത് എൻ്റെ വർത്താനം കേട്ടിട്ട് ചിലർക്കെങ്കിലൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. നാട്ടിൽ ഞാൻ കോഴിക്കോടാണ്. നാട്ടിലെ ഇപ്പം കോഴിക്കോടാണ് ജനിച്ചതും, അതായത് ബർത്ത് പ്ലേസും കോഴിക്കോട് തന്നെ. ഈ വീഡിയോസ് കാണുന്നതിൽ കോഴിക്കോടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോയിട്ട് കമന്റ് ആൻസേഴ്സ് ഒക്കെ പറയുന്ന കൂടെ ഞാൻ ഈ ബാക്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം നിങ്ങൾ നോക്കണം കേട്ടോ. അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ ചോദിച്ചിട്ടുള്ളത് പ്ലേസ്, ഏജ്, ബർത്ത്ഡേ, ക്രഷ്. ഇതിൽ 3 ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഇനിയിപ്പോൾ ക്രഷ് എന്ന് പറയാൻ മാത്രം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആരും ഇല്ലേ ഇപ്പം. പക്ഷെ ആ ഒരു കമന്റ് വായിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് എനിക്കിപ്പോൾ ക്രഷ് ഇല്ലേ. ആരോടാണ് എനിക്ക് ക്രഷ്? അങ്ങനെ ക്രഷ് എന്ന് പറഞ്ഞൊരു സംഭവം എനിക്കില്ല എന്ന് തോന്നുന്നു. ഇനി നെക്സ്റ്റ് നമ്മളൊരു സബ്സ്ക്രൈബർ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒരു വലിയൊരു ക്വസ്റ്റ്യൻ. സോ അതിനെപ്പറ്റി പറയുന്ന മുന്നേ ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് കാര്യം പറയാം. നമ്മൾ ഓൾറെഡി A4 വരച്ചുണ്ടാക്കിയ ആ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ചെയ്യുന്ന ഒരു സംഭവം. ഇതിപ്പോൾ ഞാൻ Pinterest ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ നോർമൽ A4 ഷീറ്റിൽ പ്രിന്റ് എടുത്തിട്ടുള്ളതാണ്. സോ നാട്ടിലൊരു 5, 6, 7 അങ്ങനെ എന്തോ വരുന്നുള്ളൂ എന്ന് തോന്നുന്നത്. ഇതുപോലൊക്കെ പ്രിന്റ് എടുക്കാൻ അത്രയും വരുന്നില്ല എന്ന് തോന്നുന്നു റേറ്റ്. അപ്പോൾ എല്ലാവർക്കും അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. Pinterestൽ സെർച്ച് ചെയ്താൽ ഇതുപോലത്തെ കിട്ടും. ഇനി അറിയില്ലെങ്കിൽ കമന്റ് ഇട്ടാൽ ഞാനൊരു ഷോർട്സ് ആക്കിയിട്ട് അത് ചെയ്തിട്ടിടാം. അപ്പോൾ ഇതിനി എങ്ങനെ ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന്റെ കൂടെ നമുക്ക് Q&A ബാക്കി ചെയ്യാം. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ ഞാൻ 1-2 എണ്ണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്.
അതിന്റെ കൂടെ ചാനൽ തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ ആൻഡ് ആർ യു എ സ്റ്റുഡന്റ് ഓർ ഹാവ് ജോബ് ദെൻ വാട്ട് ജോബ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല, ഇവിടെ ഞാൻ വർക്ക് നോക്കുന്നുണ്ട്. എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ ഇവിടെ വന്നതും ഇവിടെ യുദ്ധം തുടങ്ങിയതും ഒരുമിച്ചായതുകൊണ്ട് ഇതുവരെ വർക്കൊന്നും ആയിട്ടില്ല എന്ന് ഞാൻ സങ്കടപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ഞാൻ പഠിച്ചത് ഇന്റീരിയർ ഡിസൈനിങ് ആയിരുന്നു. സോ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇന്റീരിയർ ഡിസൈനർ ആയിട്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ചാനൽ തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ, ആക്ച്വലി ഞാൻ ഈ ഒരു ചാനലും ഇതിൽ വീഡിയോസും ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞു. കൊറോണ ഒക്കെ വന്ന ടൈമിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. സോ ഞാനും ചെയ്തു. ആൻഡ് മൈ കണ്ടന്റ് വാസ് കുക്കിംഗ്. അത് മാത്രമല്ല ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സാധനം അന്ന് എൻ്റെ അടുത്ത് കൂടെ പോയിട്ടില്ലേനും. അതുകൊണ്ട് തന്നെ യൂട്യൂബിന് എന്നോട് വലിയ താല്പര്യമൊന്നും ഇല്ലേ. അതൊക്കെ കഴിഞ്ഞ് വർക്കിനും കൂടെ പോകാൻ തുടങ്ങിയപ്പം എനിക്ക് തീരെ ടൈം ഇല്ലാണ്ടായി. സോ വീഡിയോസൊക്കെ വല്ലപ്പോഴൊക്കെ എനിക്ക് തോന്നുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാനിടും, അത്ര മാത്രം. പക്ഷേ ഇവിടെ വന്നപ്പം എനിക്ക് ആവശ്യത്തിൽ കൂടുതലുള്ളത് സമയമായി. സോ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം ഞാൻ വീണ്ടും അതൊന്ന് പൊടി തട്ടി എടുത്താലോ എന്ന് ഇങ്ങനെ ആലോചിച്ചു. പക്ഷേ കണ്ടന്റ് എന്താ, അതിനെപ്പറ്റി എനിക്കൊരു ഐഡിയ ഇല്ലേ. പക്ഷേ ഈ ക്രാഫ്റ്റിങ്ങും പെയിന്റിങ്ങും ചിത്രം വരയ്ക്കലും ഫ്രെയിം ഉണ്ടാക്കലും ഹാമ്പർ ഉണ്ടാക്കലും ഒക്കെ ഈ പരിപാടികളൊക്കെ എനിക്ക് നാട്ടുന്നുണ്ടായിരുന്നു. അതെന്നെ വീണ്ടും ചെയ്താലോ എന്ന് ഞാനും എൻ്റെ കെട്ടുവനും കൂടെ വീണ്ടും പ്ലാൻ ചെയ്തു. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോയി വാങ്ങി അങ്ങനെ കുറച്ച് സെറ്റപ്പൊക്കെ ആക്കി. പക്ഷേ ഈ വീഡിയോസൊക്കെ ആരെങ്കിലും കാണുമോ, സപ്പോർട്ട് ചെയ്യുമോ എന്നൊക്കെയുള്ള ടെൻഷൻ എനിക്ക് അന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ കയറാനുള്ള ആ കാരണം എന്താണെന്നറിയോ? ഒരു ദിവസം ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒരു ലാമ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തു. അതിലൊരു കമന്റ് വന്ന് ആര്യ ചേച്ചി കോപ്പി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, ആരാണ് ഈ ആര്യ ചേച്ചി? ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പിൻട്രസ്റ്റിൽ നോക്കിയിട്ടൊക്കെ ഓരോന്നും ചെയ്യുന്നല്ലാണ്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒന്നും ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണാറില്ലാത്തതുകൊണ്ട് അന്ന് എനിക്കറിയില്ലായിരുന്നു. അന്ന് എന്ന് പറയുമ്പോൾ 3-4 കൊല്ലം മുന്നേ എന്നല്ല, ഒരു 2-3 മാസം മുന്നേ, അതായത് ഒരു ഫെബ്രുവരി മന്തിൽ ഞാൻ അപ്പൊ തന്നെ യൂട്യൂബിലൊക്കെ പോയിട്ട് ആര്യ ചേച്ചി എന്നൊക്കെ സെർച്ച് ചെയ്തെങ്കിലും ആര്യ ചേച്ചിനെ ഞാൻ കണ്ടില്ല. അങ്ങനെ ഇതിലേക്ക് നല്ലോണം അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോഴാണ് ആരാണ് ഈ ആര്യ ചേച്ചി എന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായത്. ആൻഡ് ഗൈസ്, ലിറ്ററലി ഈ ഒരു സംഭവം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എന്റെ മെയിൻ ഇൻസ്പിറേഷൻ ആ ഒരു പേഴ്സണാണ്. പേഴ്സണലി എനിക്ക് ആളറിയില്ല, ഒരു പരിചയവുമില്ല. പക്ഷെ എല്ലാ വീഡിയോസും ഒരു പോസിറ്റീവ് വൈബാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം. സോ വീഡിയോസ് ഒക്കെ ഭയങ്കര ലാഗായി പോയോന്ന് അറിയില്ല. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടോ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കി നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക.